അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയം വിത്ത് ചൊവ്വാരി പായസം. നമ്മളിത് രണ്ട് മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മധുരമാണ്. അപ്പോൾ നമ്മൾ മധുരം കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒന്നുണ്ടാവില്ല, ഒന്നൊക്കെ പിറന്നാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം. ആ ഒരു സന്തോഷം എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും ഇനി മറന്നുപോകല്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പോളം സേമിയവും ഒരു കാൽ കപ്പ് നമ്മുടെ ചൊവ്വാരിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ആദ്യം ഞാൻ 800 ml വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയ സാബൂൻ അരി ഇട്ടിട്ട് ഒന്ന് തിളച്ചപ്പോൾ എന്താക്കി അതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ഒരു 3/4 കപ്പോളം പഞ്ചസാരയും ചേർത്തിട്ട് ഒരു 3/4ഓളം വേവിച്ചെടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഈ സേമിയം ചേർത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തപ്പോൾ പാൽപ്പായസം എന്നെല്ലാം പറഞ്ഞാൽ പാലിലല്ലേ വെക്കുകയെന്ന്. ശരിയാണ്, പാലിൽ തന്നെ ഞാനിത് വെച്ചത്. പക്ഷെ ഞാൻ ഈ ഒരു ടിപ്സ് എന്തിനാണ് ചെയ്തത്, നമ്മളെല്ലാവരും പായസം വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല നമ്മൾ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പായസം കംപ്ലീറ്റ് വെറ്റിയിട്ട് ഹലുവ പോലെ ആയിപ്പോവും. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് നല്ലോണം വെള്ളത്തിൽ നമ്മൾ സേമിയവും ഈ സേമിയ ആയിക്കോട്ടെ, നമ്മൾ പിന്നെ ചൊവ്വാരി ആയിക്കോട്ടെ, പാൽപ്പായസം ആയിക്കോട്ടെ, എന്തും നമ്മുടെ ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം കംപ്ലീറ്റ് അരിയായാലും സേമിയ ആയാലും വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാൽ അതേപോലെ ഉണ്ടാവും. അപ്പം ഞാൻ 800 ml പിന്നെ 2 പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട്. അതായത് 3 കപ്പാണ് 800 ml വെള്ളം. അപ്പോൾ ആദ്യം ഞാൻ 800 ml ഒഴിച്ച് പിന്നെ സേമിയ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ 800 ml ഒഴിച്ചു. എന്നിട്ട് അതിന് കറക്റ്റ് വേവിച്ചെടുത്തു. ആ സമയത്ത് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂണ് ഗീയിൽ ഞാൻ നട്ട്സ് വറുത്തെടുത്ത് എന്നിട്ട് ഞാൻ ഇതെല്ലാം വെന്തതിന് ശേഷമാണ് ഞാൻ 3/4 കവർ പാൽ ഒഴിച്ചത്. അതായത് പിന്നെ 3 വലിയ ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടിന്ന് മിൽക്ക് മേഡും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് കണ്ടേ, ഇത് ഒന്നൊന്ന് കുറുകണം കേട്ടോ. ഒന്ന് കുറുകിയതിന് ശേഷം നമ്മുടെ ഏലക്കായും പിന്നെ നമ്മുടെ ഈ കാഷ്യൂനറ്റ് ഫ്രൈ ചെയ്ത കാഷ്യൂനറ്റും ഞാനൊരു 2-3 തുള്ളി നമ്മൾ റോസ് വാട്ടറിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ്, അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്ത്. നമ്മുടെ ഇങ്ങനെ പിന്നെ ഇല്ലേ, എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തായാലും പായസത്തിൽ ഉപ്പിടാൻ മറന്നു പോകരുത്. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഇതേപോലെ വെള്ളത്തിൽ വേണം നമ്മൾ സേമിയ ആയാലും പിന്നെ അരി ആയാലും അരിപ്പായസം എന്ത് വെക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പാലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വറ്റിപ്പോവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ഈ പായസത്തിൻ്റെ റെസിപ്പി കണ്ടപാടെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കുടിക്കണം. കുടിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിനാണെന്നറിയാവുക, നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു സപ്പോർട്ടിന് എനിക്ക് മാഷാ അല്ലാ എൻ്റെ ചാനൽ മോണിറ്റൈസായി. അപ്പോൾ അതിനെല്ലാം കാരണം നിങ്ങൾ ചെയ്ത സപ്പോർട്ടാണ്. ഉമ്മ സ്പെഷ്യൽ നിങ്ങൾ എനിക്ക് തന്ന ആ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരാളെ പിന്നെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഉമ്മ സ്പെഷ്യൽ എന്നെയും എൻ്റെ ഉമ്മാനും എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഇതേപോലെ തന്നെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.